കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാൻ ഹലോ പറയുമ്പോൾ എനിക്കൊരു ഹായ് തരാമോ? ഹലോ കൂട്ടുകാരെ. ഇതുകൊണ്ട് ആ പുറകെ ഇരിക്കുന്ന രണ്ടുപേരൊന്നും മിണ്ടുന്നില്ല. ജോണത്തനും ജോഷുവയും ഒക്കെ എന്നോട് കയറിച്ചാന്ന് തോന്നുന്നു. ഹായ് കൂട്ടുകാരെ. ഹലോ. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവോ? എനിക്കറിയാം നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാം വളരെയധികം ഇഷ്ടമാണ്. യേശു അപ്പോസ്തലൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ആ യേശുവിനെക്കുറിച്ച് പാടാൻ, യേശുവിനെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ, എന്നിട്ട് അത് ലോകത്തിലേക്ക് എല്ലായിടത്തും ചിത്രശലഭങ്ങളെ പോലെ ആ സ്നേഹം പരത്തി നൽകാനാണ് ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമുക്ക് പാട്ട് പഠിക്കണ്ടായോ? യേശു അപ്പച്ചനെക്കുറിച്ച് ഒന്നുകൂടെ ആഴമായി പഠിക്കണ്ടായോ? നമ്മുടെ കൊച്ചമ്മ ആൻറ്റി ഒരു പുതിയ പാട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കൊച്ചു പാട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേരെന്നാണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും അറിയാം, എന്താ? ബട്ടർഫ്ലൈസ് അല്ലേ? ഈ ബട്ടർഫ്ലൈസിനെ കുറിച്ച് ഒരു പാട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് ബട്ടർഫ്ലൈസിനെ കണ്ടിട്ടുള്ളത്? ആദ്യം കാണുമ്പോൾ ഒരു ചെറിയ പുഴുവായിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലേ? ഒരു രൂപഭംഗിയില്ല, ഒന്നുമില്ല. പക്ഷേ അത് അതിൻ്റേതായ ഓരോ സമയങ്ങൾ കഴിയുമ്പോഴത്തേന് എന്നാ പറ്റും? നല്ല വർണ്ണങ്ങളുള്ള നല്ല ചിറകുകളൊക്കെ വരും, നന്നായിട്ട് പാറി പറന്ന് നടക്കും അല്ലേ? അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ കൊച്ചു പൂമ്പാറ്റയെക്കുറിച്ച് ഒരു കുട്ടിപ്പാട്ട് പഠിക്കാനായിട്ട് പോവാം. നമുക്ക് പൂമ്പാറ്റയെ പോലെ പറക്കണം, വർണ്ണങ്ങൾ നിറയ്ക്കണം. നമ്മൾ എന്തിൻ്റെ വർണ്ണമാണ് നിറയ്ക്കേണ്ടതെന്ന് അറിയാമോ? സ്നേഹത്തിൻ്റെ വർണ്ണങ്ങൾ നിറയ്ക്കുമ്പോൾ നമ്മളെ കാണാൻ നല്ല രസമായി മാറും. അങ്ങനെയെങ്കിൽ സ്നേഹത്തിൻ്റെ നല്ല വിത്തുകൾ നമുക്ക് വിതയ്ക്കാം, നല്ല പൂമ്പാറ്റയായിട്ട് നമുക്ക് പറക്കാം. അങ്ങനെയെങ്കിൽ ഈ ബട്ടർഫ്ലൈസിൻ്റെ ഈ എപ്പിസോഡിൽ നമുക്ക് പൂമ്പാറ്റയുടെ തന്നെ ഒരു ഗാനം പഠിക്കാം. ആർ യു റെഡി? യെസ്. പിടികിട്ടിയോ കൂട്ടുകാരെ? നല്ല കൊച്ചു പാട്ടാ അല്ലേ? നമുക്ക് പറക്കാന്നാ പറയുന്നത് അല്ലേ? ആരെ പോലെ പറക്കാം? ബട്ടർഫ്ലൈയെ പോലെ നമുക്ക് സന്തോഷമായിട്ട് പറക്കാം. അപ്പം ഞാൻ ഓരോ വരി പാടിത്തരാം, നിങ്ങൾ ഏറ്റു പാടണം. ഓക്കെ? ആർ യു റെഡി? പറ പറ പറക്കാം. ഒന്ന് പാടിക്കേ. പറ പറ പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം. പറക്കാൻ ഇഷ്ടമാണോ? അങ്ങനെ പറക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ നല്ല സന്തോഷത്തോടെ പാടണം കേട്ടോ. പറ പറ പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം, നട നട നടക്കാം, യേശുവിൻ പിന്നടിയിൽ നടക്കാം. പഠിക്കേ. നട നട നടക്കാം, യേശുവിൻ പിന്നടിയിൽ നടക്കാം. അടുത്ത നോക്കിയേ. വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ നിറയ്ക്കാം. പഠിക്കേ. വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ നിറയ്ക്കാം. പറ പറ പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം, നട നട നടക്കാം, യേശുവിൻ പിന്നടിയിൽ നടക്കാം. വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ വിതയ്ക്കാം, വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ നിറയ്ക്കാം. എല്ലാ കൊച്ചുകൂട്ടുകാരും പഠിച്ചോ?
എല്ലാവരും പഠിച്ചോ? അങ്ങനെയെങ്കിൽ ഇതിനൊരു കുട്ടി ആക്ഷൻ ഉണ്ട്, ഞാൻ പഠിപ്പിക്കാനായിട്ട് പോവുക. ആർ യു റെഡി? യെസ്. ഓക്കെ, പറ പറ പറക്കാന്ന് പറയുമ്പോൾ നമ്മൾ പറക്കുന്നത് എങ്ങനെ? പറ പറ പറക്ക, കുഞ്ഞി ചിറകളൊന്ന് വിരിച്ചൊന്ന് പറന്നേ. പിന്നെ എങ്ങനെ? പൂമ്പാറ്റയെ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്, നോക്കി. പൂമ്പാറ്റയായി പറക്കാം. കിട്ടിയോ? പറ പറ പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം, നാട നാട നടക്കാം, യേശുവിൻ പിന്നാടിയിൽ നടക്കാം. ഇത്രയും കിട്ടിയോ? ഒന്ന് കാണിച്ച്. പറ പറ പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം, നാട നാട നടക്കാം, യേശുവിൻ പിന്നാടിയിൽ നടക്കാം. അടുത്ത നോക്കി. വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ നിറയ്ക്കാം. പിടികിട്ടിയോ? വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ നിറയ്ക്കാം. എല്ലാ കൂട്ടുകാർക്കും പിടികിട്ടിയോ ആക്ഷൻ? നമുക്ക് ചേർന്നൊന്ന് കാണിക്കാം. ഓക്കെ, നമുക്ക് ചേർന്ന് എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്തൊന്ന് ചാടി എഴുന്നേറ്റ്. ഓ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് കാണിക്കാം. പറ പറ പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം, നട നട നടക്കാം, യേശുവിൻ പിന്നാടിയിൽ നടക്കാം. വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ നിറയ്ക്കാം. വിതയ്ക്കാം സ്നേഹത്തിൻ നൽവിത്തുകൾ, വർണ്ണങ്ങൾ നിറയ്ക്കാം. പറ പറ പറക്കാം, നമുക്ക് പൂമ്പാറ്റയായി പറക്കാം, നട നട നടക്കാം, യേശുവിൻ പിന്നാടിയിൽ നടക്കാം. എല്ലാ കൂട്ടുകാരും കാണിച്ചോ? അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു താങ്ക് യു അറിയിക്കുന്നു. ഇനിയും ഈ കൂട്ടുകാരെല്ലാം അടുത്ത ആഴ്ചയും നമുക്ക് ഒരുമിച്ച് കാണണം. എല്ലാവരും പാട്ട് പഠിക്കാനായിട്ട് ആകാംക്ഷയോടെ വരണം. ഓക്കെ, അപ്പം അടുത്ത ദിവസം കാണും വരേക്കും ദൈവം എല്ലാവരുടെ കൂടെയും ഇരിക്കട്ടെ. താങ്ക് യു. പറ പറ പറക്കാം, പൂമ്പാറ്റയായി സോറി കേട്ടോ, ഞാൻ നിങ്ങളുടെ കൂടെ ആവേശത്തിൽ അങ്ങ് കളിച്ചു പോയതാ. അവിടെ പറഞ്ഞില്ലയോ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വിത്തുകൾ നമുക്ക് വിതയ്ക്കാം, വർണ്ണങ്ങൾ നമുക്ക് അവിടുന്ന് കൊയ്തെടുക്കാം, നിറം കൊയ്തെടുക്കാം, ചിത്രശലഭങ്ങളായി നമുക്ക് പറക്കാം, ആ സ്നേഹം പകർന്നു നൽകാം. നിങ്ങൾ പപ്പായോടും മമ്മിയോടും പറഞ്ഞിട്ടുണ്ടോ ഐ ലവ് യു? നിങ്ങൾ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടോ ഐ ലവ് യു? യേശുവിനോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് യേശുവിനോട് ഐ ലവ് യു പറയാം, പപ്പായോടും മമ്മിയോടും ഐ ലവ് യു പറയാം, ടീച്ചേഴ്സിനോട് ഐ ലവ് യു പറയാം. കാരണം ഇവരെല്ലാം കാണപ്പെട്ട ദൈവമാണ്. നമ്മുടെ സൃഷ്ടാവിന് ഐ ലവ് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. നമ്മുടെ സുജി ആൻറ്റി ബൈബിൾ ലെസനുമായിട്ട് വന്നിട്ടുണ്ട് കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷമാണോ? പാട്ടൊക്കെ പഠിച്ചു, ആക്ഷനൊക്കെ പഠിച്ചു, റെഡി ആയിട്ടിരിക്കുവാണോ? കഥ കേൾക്കാൻ റെഡിയല്ലേ? ആണോ? എല്ലാവരും ഒന്ന് ചിരിച്ചേ, പൊട്ടിച്ചിരിച്ചേ, ഒന്ന് പുഞ്ചിരിച്ചേ. ആ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിലേ കൂട്ടുകാർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടോ? സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടോ? പള്ളിയിൽ? എല്ലാവർക്കും ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലേ? ഫ്രണ്ട്സൊക്കെ ഉള്ള കൂട്ടുകാരാ, നല്ല കൂട്ടുകാർ. ഫ്രണ്ട്സിനെ, എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാൻ രഹസ്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. അപ്പയോടും അമ്മയോടും ഒക്കെ പറയാത്ത കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് പറയുന്ന കൂട്ടുകാരുണ്ടോ? ആ, ഫ്രണ്ട്സിനെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവരെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ല അല്ലേ? ആ, അല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും വിഷമിക്കുന്ന കാണാൻ നമുക്ക് ഇഷ്ടമല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സ്റ്റോറി ആയിട്ട് പറയുന്നത്. നമ്മുടെ ബൈബിളിൽ
യോനാഥാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജോനാഥാൻ. ഡേവിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കൂട്ടുകാര്? ആരാണെന്നറിയാമോ ജോനാഥാൻ? അറിയാമോ കൂട്ടുകാർക്ക്? നമ്മുടെ ശൗൽ രാജാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ശൗൽ രാജാവിൻ്റെ മകനാണ് ജോനാഥാൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡേവിഡോ? ഇശായിയുടെ പുത്രനാണ് നമ്മുടെ ഡേവിഡ്. അങ്ങനെ അപ്പോൾ ഈ ജോനാഥാനും ഡേവിഡും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു, തിക്ക് ഫ്രണ്ട്സായിരുന്നു. നമ്മൾ പറയത്തില്ലേ ചങ്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവർ തമ്മിൽ ഷെയർ ചെയ്യും. അവർക്ക് സന്തോഷം വന്നാൽ ഷെയർ ചെയ്യും. സന്തോഷം വന്നാൽ ഓടിപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. പക്ഷെ വിഷമം വന്നാൽ ഷെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങനെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ശൗൽ രാജാവിൻ്റെ ഭരണമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത അനന്തരാവകാശി എന്ന് പറയുന്നത് ആരായിരിക്കാം? തീർച്ചയായും ജോനാഥാൻ ആയിരിക്കാം. പക്ഷേ ഇവിടെ ശൗൽ രാജാവിൻ്റെ അനന്തരാവകാശിയായിട്ട് ദൈവം ആരെയാ തിരഞ്ഞെടുത്തതെന്നറിയാമോ? നമ്മുടെ ഈ ഡേവിഡിനെ. എന്നാൽ ഈ ഡേവിഡിന് ശൗൽ രാജാവിനേക്കാൾ കുറേ കൂടുതൽ കഴിവൊക്കെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിൽ ധാരാളം കഴിവുറ്റ ആളായിരുന്നു ദൈവം തിരഞ്ഞെടുത്ത ഡേവിഡ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഡേവിഡിന് ഭയങ്കര കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശൗൽ രാജാവിന് ഈ ഡേവിഡിനോട് എന്തോ തോന്നി? നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ തോന്നുന്ന സാധനം അസൂയ അല്ലേ? ചില കൂട്ടുകാർക്കെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡേവിഡിനോട് ചെറിയ പകയും ചെറിയ വിദ്വേഷവും ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ശൗൽ രാജാവ് നമ്മുടെ ഈ ഡേവിഡിനെ കാണുമ്പോഴെല്ലാം ആക്രമിക്കാൻ തുടങ്ങുമായിരുന്നു, ഉപദ്രവിക്കാൻ തുടങ്ങുമായിരുന്നു. നമ്മുടെ ചില കൂട്ടുകാരുണ്ട് വീട്ടിൽ സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന, സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ തല്ലുകയും മാന്തുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ? പക്ഷേ ഇതുപോലെ നമ്മുടെ ശൗൽ രാജാവും എപ്പം ഡേവിഡിനെ കണ്ടാലും ഡേവിഡിനെ ശല്യപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇത് നല്ലപോലെ അറിയാവുന്ന ഡേവിഡിൻ്റെ ഫ്രണ്ടാണ് ആര്? നമ്മുടെ ശൗൽ രാജാവിൻ്റെ മകനായ ജോനാഥാൻ. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ ഡേവിഡ് ആപത്തിൽ ചെന്ന് ചാടുമോ അന്നേരമെല്ലാം നമ്മുടെ ജോനാഥാൻ എന്ത് ചെയ്യാന്നറിയാമോ? എടാ കൂട്ടുകാരാ, നീ അങ്ങനെ ആപത്തിൽ ചെന്ന് ചാടാൻ പോവാ കേട്ടോ. നിന്നെ എൻ്റെ അപ്പ ഇങ്ങനെ നോക്കി ഇരിക്കുക, നീ ആപത്തിലോട്ടൊന്നും പോയി ചാടരുത് എന്നൊക്കെ എപ്പോഴും അവനെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ കെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ല ഫ്രണ്ട്സായിട്ട് ആരൊക്കെ മാറി? നമ്മുടെ ജോനാഥാനും ഡേവിഡും മാറി. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമ്മളും ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാമോ? നമുക്ക് ചോയ്സൊക്കെ നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന, നമുക്ക് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്ന തരത്തിലെ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് യാതൊരു ആപത്തും വരാതെ നോക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷകരമായ സമയങ്ങളിലും നമ്മുടെ വേദനയോടെ നമ്മളിരിക്കുന്ന സമയങ്ങളിലും എല്ലാം നമുക്ക് താങ്ങും തണലും ആകുന്നത് ഈ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുമോ? യേശുപ്പച്ച, എനിക്ക് നല്ല ഫ്രണ്ട്സിനെ തന്നതിനായിട്ട് നന്ദി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. യേശു കർത്താവേ, എന്നെ പോലെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സും, അപ്പോൾ അവരെ നീ കാത്തുകൊള്ളണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ജോനാഥാനെ പോലെ, ഈ ഡേവിഡിനെ പോലെ നല്ല ഫ്രണ്ട്സായിട്ട് അവർക്ക് ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും നല്ല സ്നേഹത്തോടെയൊക്കെ പെരുമാറാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മളും ഇന്നും അവരെയൊക്കെ ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ചും മറ്റുള്ളവർ നല്ല അഭിപ്രായങ്ങൾ പറയുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഫ്രണ്ട്സിനൊക്കെ നല്ല സ്ഥാനം കൊടുക്കുവാനായിട്ട്, ഫ്രണ്ട്സിനെയൊക്കെ സ്നേഹിക്കാനായിട്ട്, അവരെ കരുതുവാനായിട്ടൊക്കെ നമുക്കും ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല കൂട്ടുകാരായിട്ട് നമുക്കിനിയും ജീവിക്കാം. അപ്പോൾ പുതിയ ഒരു കഥയുമായിട്ട് നമുക്കിനിയും അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ. ഇവിടെ
ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നല്ല കൂട്ടുകാരുണ്ട്? ഇവിടെ കഥ കേട്ടതുപോലെ നല്ല സ്നേഹിക്കുന്ന കൂട്ടുകാർ, പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്ന കൂട്ടുകാർ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര കൂട്ടുകാരൻ്റെ പ്രതിസന്ധിയിൽ സഹായിക്കാറുണ്ട്? നിങ്ങൾ നല്ല കൂട്ടുകാരല്ല, നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുമില്ല. ശരിയല്ലയോ? അല്ല, നമുക്ക് നല്ല കൂട്ടുകാരാകാം, നല്ല കൂട്ടുകാരായി തീരാം. നമ്മുടെ അച്ഛനങ്ങളും ചിന്നുമോളും റെഡിയാ? കേൾക്കാം, അനുസരിക്കാം. ചിന്നു, ഇത് ചിന്നു അല്ലേ? നിനക്ക് എന്ത് പറ്റിയതാ ഇത്? ആകപ്പാടെ ക്ഷീണിച്ച് വല്ലാതായി പോയല്ലോ. അച്ഛാ. യേസ് മോളെ, ഇതെന്തോ മോളെ, എന്ത് പറ്റിയതാ നിനക്ക്? അച്ഛാ, എനിക്കൊട്ടും വയ്യ. നീ ഇതെവിടെ പോയിട്ട് വരുവാ? എന്ത് പറ്റി? ഞാനേ ജോലി കഴിഞ്ഞ് വരുവാ അച്ഛാ. ജോലിയോ? എന്തോ ജോലി? അച്ഛാ, അച്ഛനറിയാലോ, വീട്ടില് ഞങ്ങളുടെ അച്ഛനായില്ലോ. അപ്പോഴേ അങ്ങ് പറഞ്ഞു എല്ലാവരും ജോലിക്ക് പോകണം. ഞാനങ്ങനെ ജംഗ്ഷനിലെ ഹോട്ടലിൽ ജോലി ചെയ്യുമോ? ജംഗ്ഷനിലെ ഹോട്ടലിലോ? അപ്പോൾ നിനക്ക് സ്കൂളിൽ പോകണ്ടേ? പോകണം അച്ഛാ, പക്ഷെ നിവൃത്തിയില്ല. എന്ത് പറ്റി? ഫീസ് അടയ്ക്കാൻ പൈസ വേണ്ടേ? അച്ഛനും അയ്യല്ലോ. അയ്യോ, എന്നാ മോളെ പള്ളിയിൽ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? അച്ഛനോട് പറയണ്ടേ? മോളെന്തിനെങ്ങനെ കൊച്ചു പ്രായത്തിൽ കഷ്ടപ്പെടുന്നത്? എന്തു ചെയ്യാനാ അച്ഛാ? ഏട്ടാ, നീ അവിടെ എന്തോ ജോലിയാ ചെയ്യുന്നേ? ഞാനേ പാത്രം കഴുകും, മേശ തുടയ്ക്കും, ഗ്ലാസ് കഴുകും, തൂത്തുമാരും. അയ്യോ, ഈ കൊച്ചു പ്രായത്തിലോ? ഉച്ചവരെ നീ അവിടെ നിൽക്കുവാണോ അതോ വൈകിട്ട് വരെ ഉണ്ടോ? ഇല്ല അച്ഛാ, ഉച്ചക്ക് തിരിച്ചു പോരും, പിന്നെ വൈകിട്ട് ചെന്നാ മതി. അയ്യോ, നീ ആകെപ്പാടെ ഒരു കോലമായല്ലോ മോളെ. എന്ത് പറ്റിയതാ ഇത്? അച്ഛനോട് എന്താ പറയാഞ്ഞേ? നിനക്കറിയാമോ, ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്നത് തെറ്റാ. നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ച് ചൈൽഡ് ലേബർ തെറ്റാ. പക്ഷേ എങ്കിലും 10 മില്യണിലധികം കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്, ഹോട്ടലുകളിലും ഫാക്ടറികളിലും ഒക്കെ. അത് തെറ്റാ. മോളിനി ജോലിക്ക് പോകണ്ട. എങ്ങനെ ഞങ്ങൾ കഴിയച്ചാ? വീട്ടിലാർക്കും കണിയാൻ വയ്യ. അച്ഛൻ അസുഖമല്ലേ, പിന്നെ ചേട്ടനും അങ്ങയും ഞാനും ഞങ്ങളെല്ലാം അധ്വാനിച്ച ഭയങ്കര ചെലവ് അച്ഛാ. എന്തോ മോളെ വേറെ ചെലവ്? അച്ഛൻ്റെ ചികിത്സക്ക് പൈസ വേണ്ടേ? ആരും സഹായിക്കാനില്ല. അയ്യോ മോളെ, അച്ഛനോടൊന്ന് പറയണ്ടേ? നമ്മുടെ പള്ളിയിലും നമ്മുടെ ദേശത്തൊക്കെ ഒരുപാട് പേരുണ്ട് നിങ്ങളെ സഹായിക്കാൻ കേട്ടോ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മോളിനി നാളെ തൊട്ട് ജോലിക്ക് പോകണ്ട. അയ്യോ അച്ഛാ, ചെന്നില്ലെങ്കിൽ ഹോട്ടലുകാർ തിരക്കി വരാൻ അഴക്ക് പറയും. ആണോ? ഞാൻ ആ ഹോട്ടലുകാരോട് സംസാരിക്കാം കേട്ടോ. ചിന്നു ഇനി അങ്ങനെ ജോലിക്ക് പോകണ്ട. കുഞ്ഞ് ഇപ്പം പഠിക്കേണ്ട സമയമാണ്. മോളെ നാളെ തൊട്ട് സ്കൂളിൽ പോകണം. ഫീസിൻ്റെ കാര്യമൊക്കെ അച്ഛൻ ക്രമീകരിച്ച ആളാണ്. ഓക്കെ അച്ഛാ, പക്ഷേ എനിക്ക് പേടിയാ. മോൾ ആരെയാ പേടിക്കുന്നേ? ആ ഹോട്ടലുകാർ എനിക്ക് പേടിയാ അച്ഛാ. അവരെന്നെ ഒരുപാട് ഉപദ്രവിക്കും. മോളെ ഉപദ്രവിക്കുവോ? ആ, പാത്രം കഴുകുന്നത് ശരിയായില്ലെങ്കിൽ എന്നെ തല്ലും. ഗ്ലാസ് ഒരിക്കൽ താഴെ കൊട്ടിപ്പോയി എന്നെ ശരി കടിച്ചു. അയ്യോ, ഇനി മോള് ജോലിക്കൊന്നും പോകണ്ട കേട്ടോ. മോളെ അച്ഛൻ നോക്കിക്കൊള്ളാം. ഒരുപാട് പേര് കുഞ്ഞിനെ സഹായിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ സൺഡേ സ്കൂളിലെ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൂട്ടുകാരും ഒക്കെ. അയ്യോ, അവരോടൊന്നും പറയല്ലേ? ഇല്ല, ഇത് ചിന്നുവിൻ്റെ പേരൊന്നും പറയത്തില്ല, മോളുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തത്തില്ല. പക്ഷേ ഇനി മുതൽ മോള് ജോലിക്ക് പോകണ്ട. പ്രിയ കൂട്ടുകാരെ, ഈ ചിന്നുവിനെ പോലെ ഈ കൊച്ചു പ്രായത്തിൽ ജോലി എടുക്കേണ്ടി വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ട്. ബാല്യമെന്ന് പറയുന്നത് കളിക്കുവാനും പഠിക്കുവാനും വളരുവാനുള്ള അവസരമാണ്. അച്ഛാ, എനിക്ക് കളിക്കാൻ സമയം കിട്ടാറില്ല. എനിക്കറിയാം മോളെ. അച്ഛൻ അറിയത്തില്ലായിരുന്നു നീ ഇങ്ങനെ ഈ കൊച്ചു പ്രായത്തിൽ ജോലിക്ക് പോകുന്നു എന്നുള്ള കാര്യം. ഇത് നീ കളിക്കേണ്ട പ്രായമ്മ. എനിക്കും അതാ ഇഷ്ടം അച്ഛാ. ഒരുപാട് കളിക്കണം, കൂട്ടുകാരെ ഒന്നും
കാണാൻ പറ്റുന്നേ ഇല്ല. ആരും എന്നെ തിരക്കുന്നുമില്ല. അയ്യോ കൊച്ചു കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും കളിക്കാൻ വരുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ആരും ഇതുവരെ ചോദിച്ചില്ല അച്ഛാ. സാരമില്ല മോളെ, അവരാരും ശ്രദ്ധിച്ച് കാണത്തില്ല. മോളിങ്ങനെ ഈ കൊച്ചു പ്രായത്തിൽ ജോലിക്ക് പോകുന്ന ആരും കരുതി കാണത്തില്ല. നീ അങ്ങ് ആകെപ്പാടെ ക്ഷീണിച്ചല്ലോ. നിനക്ക് അവരെ ഹോട്ടലുകാർ ഭക്ഷണം തരുമോ? ഇല്ല അച്ഛാ, കുറച്ച് തരും. കൂടുതലെടുത്താൽ അടി തരും. ഇത്രയും നീ കഷ്ടപ്പെട്ടിട്ടും ആട്ടെ, നിനക്ക് എന്തെങ്കിലും പൈസ അവർ തരുമോ? അതെ, ചേട്ടൻ വന്ന് വാങ്ങുന്നേ. എത്ര കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. കിട്ടുന്ന അടിയുടെ കണക്ക് എനിക്കറിയത്തുള്ളൂ. അയ്യോ മോളെ, റിയലി സോറി മോളെ, കേട്ടിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു. മോളിനി ജോലിക്ക് പോകണ്ട കേട്ടോ. അതിനുള്ള ക്രമീകരണം അച്ഛൻ ചെയ്തോളാം. നിങ്ങൾ ഈ പ്രായത്തിൽ പഠിക്കണം. മോള് നല്ല മിടുക്കിയല്ലായിരുന്നോ പഠിക്കാനായിട്ട്? അച്ഛാ, എനിക്ക് കഴിഞ്ഞ വർഷം വരെ എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയതാ. കുഞ്ഞിനെയും പഠിക്കണം, പഠിച്ച് നല്ല ജോലിയൊക്കെ നേടണം. എനിക്ക് ഡോക്ടറാകണം. തീർച്ചയായും മോക്ക് ഡോക്ടറാകാൻ സാധിക്കും. മോക്ക് അതിനേക്കാളും ഉന്നതിലെത്തുവാനായിട്ട് സാധിക്കും. നീ നല്ല മിടുക്കിയ. നീ അച്ഛൻ കരുതിയത് മോളിപ്പം സ്കൂളിൽ പോയി നല്ലവണ്ണം പഠിക്കുക. ഞാൻ എന്നും ഓർക്കും അച്ഛാ, മാത്രം കഴിയുമ്പോഴും സ്കൂളിന്റെ കാര്യം ഓർക്കും, കൂട്ടുകാരെ ഓർക്കും, ടീച്ചേഴ്സിനെ ഓർക്കും. പക്ഷേ ഓർക്കാനല്ലേ പറ്റൂ. സാരമില്ല കുഞ്ഞെ, നീ വിഷമിക്കില്ല. ഓക്കെ അച്ഛൻ. മോളിനി വിഷമിക്കണ്ട. മോളെ ഇനി ഞങ്ങൾ ജോലിക്ക് വിടത്തില്ല കേട്ടോ. അവിടെ വേറെ കുഞ്ഞുങ്ങളുണ്ടോ? 1-2 കുഞ്ഞുങ്ങളോടുണ്ട്. അവരെ കൂടെ നമുക്ക് മോചിപ്പിക്കണം, അവരെ കൂടെ രക്ഷിക്കണം. അതുകൊണ്ട് നാളെ മുതൽ മോള് സ്കൂളിൽ പോകണം. ഓക്കെ, താങ്ക് യു അച്ഛൻ. ഹാപ്പി ആയോ? യെസ്, ഐ ആം ഹാപ്പി. കൂട്ടുകാരെ, ഞാൻ സ്കൂളിൽ തിരിച്ചു പോകുക. സന്തോഷം. ഓക്കെ, മോളെ നല്ല മിടുക്കിയായി വളരണേ. ഓക്കെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്ന പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ എടുത്ത് നിങ്ങളുടെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുക. 2 മിനിറ്റിന് താഴെയുള്ള പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ഒരാളുടെ വീഡിയോ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചേർക്കുന്നതാണ്. സെഗ്മെൻറ്റിൻ്റെ പേരാണ് പാടാ നേടാം. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് മൊബൈൽ എടുക്കുക, പാട്ട് പാടുക, ഷൂട്ട് ചെയ്യുക, വാട്സപ്പിൽ അയച്ചു തരിക. അടുത്ത ആഴ്ച നമുക്കും നേടാം, പാടാം, നേടാം എന്ന സെഗ്മെൻറ്റിൽ. ഓക്കെ. Faith like a mustard seed இருந்தாலே fantastic result எனக்கு கிடைக்குமே. holiness and passion ஆக இருந்தாலே heavenly army என் பக்கம் இருக்குமே. faith like a mustard seed இருந்தாலே fantastic result எனக்கு கிடைக்குமே. holiness and passion ஆக இருந்தாலே heavenly army என் பக்கம் இருக்குமே. igniters நாங்க தானே எழுப்புதலை பரவ செய்வோம். igniters நாங்க தானே எழுப்புதலை பரவ செய்வோம். heavenly army எங்கள் சேனை எதற்கும் துணியும் எங்கள் சேனை. heavenly army எங்கள் சேனை எதற்கும் துணியும் எங்கள் சேனை. வேதத்தின் வார்த்தையை வேஸ்ட் பண்ண மாட்டோம். உலகம் சொல்லும் பொய்களை டேஸ்ட் பண்ண மாட்டோம். சத்தியத்தின் பாதையை லீஸ்ட் ஆக்க மாட்டோம். சாட்சியாய் வாழ்வதை டேஸ்ட் ஆக்க மாட்டோம். வேதத்தின் வார்த்தையை வேஸ்ட் பண்ண மாட்டோம். உலகம் சொல்லும் பொய்களை டேஸ்ட் பண்ண மாட்டோம். சத்தியத்தின் பாதையை லீஸ்ட் ஆக்க மாட்டோம். சாட்சியாய் வாழ்வதை டேஸ்ட் ஆக்க மாட்டோம். igniters நாங்க தானே எழுப்புதலை பரவ செய்வோம். igniters நாங்க தானே எழுப்புதலை பரவ செய்வோம். heavenly army எங்கள் சேனை எதற்கும் துணியும் எங்கள் சேனை. heavenly army எங்கள் சேனை எதற்கும் துணியும் எங்கள் சேனை.
faith like a mustard seed இருந்தாலே fantastic result எனக்கு கிடைக்குமே. holiness and passion ஆக இருந்தாலே heavenly army என் பக்கம் இருக்குமே. എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ പാട്ട്, കഥ, പപ്പറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? വരുന്ന ആഴ്ച നമുക്ക് ഒരുമിച്ച് കൂടി വരണം. റെഡിയാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഓടി വരുന്നത്. നിങ്ങളും ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാം കാണാൻ ഓടി വരുമോ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.